രണ്ടാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠം അമാമത്ത് തജ്വീഫ്. മരപ്പൊത്തിൻ്റെ മുമ്പിൽ. തജ്വീഫ് എന്ന് പറഞ്ഞാൽ മരപ്പൊത്ത്. ഈ മരപ്പൊത്തിലാണ് ആര് താമസിക്കുന്നത്? നമ്മുടെ വേഴാമ്പൽ പക്ഷി താമസിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ 1ാമത്തെ പാഠത്തിലുള്ള വേഴാമ്പൽ പക്ഷിയുടെ കഥയാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ ബാക്കി തന്നെയാണ് ഈ പാഠത്തിലുമുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് പഠിച്ചത്? ഒന്നാമത്തെ പാഠത്തിൽ ഒരു വേഴാമ്പൽ പക്ഷി മരം പൊട്ടി വീണപ്പോൾ പരിക്ക് പറ്റി അല്ലേ? എന്നിട്ടോ ആരാണ് രക്ഷപ്പെടുത്തിയത്? കാക്കകൾ വന്ന് രക്ഷപ്പെടുത്തി. കാക്കകൾ ആ വേഴാമ്പലിനെ കൊത്തിയെടുത്ത് കൊണ്ടുപോയി എവിടെ വെച്ചു? കാക്കകളുടെ കൂട്ടിൽ താമസിപ്പിച്ചു. ആ വേഴാമ്പലിൻ്റെ കാല് ഒടിഞ്ഞു പോയിരുന്നു അല്ലേ? ഇവിടെ പറഞ്ഞിരുന്നു സഖത്തൽ ഹുസ്നു, കൊമ്പ് വീണു, അലർ രിജിലി, കാലിൻ്റെ മേലെ, സ്വാഹൽ ബൂക്കീർ, എന്നിട്ട് ബൂക്കീർ കരഞ്ഞു അല്ലേ? കാലിൻ്റെ മേലെ, ബൂക്കീറിൻ്റെ കാലിൻ്റെ മേലെയാണ് മരത്തിൻ്റെ കൊമ്പ് വീണത്. മരം പൊട്ടി വീണു, അതിൻ്റെ കൂടെ ബൂക്കീറും വീണു, ബൂക്കീറിൻ്റെ കാലിൽ കൊമ്പ് വീണു. അങ്ങനെ ബൂക്കീറിൻ്റെ കാല് ഒടിഞ്ഞു പോയി. ആ കാലൊക്കെ കാക്കകൾ പിന്നെ എന്ത് ചെയ്തു? ഇവിടെ കാണാം അല്ലേ? മരുന്നൊക്കെ വെച്ച് കെട്ടി ഇവിടെ കിടത്തിയിട്ടുണ്ട് വേഴാമ്പലിനെ. ഇത് ഏത് വേഴാമ്പലാണ് ഈ വീണത്? അമ്മ വേഴാമ്പലിന് അല്ലെങ്കിൽ പെൺവേഴാമ്പലിന് തീറ്റ തേടിപ്പോയ ആൺവേഴാമ്പലാണ് വീണത്. അപ്പോൾ വേഴാമ്പൽ എവിടെയാണുള്ളത്? പൊത്തിനകത്ത് തന്നെയാണ് ഉള്ളത്. പൊത്തിനകത്താണ് പെൺവേഴാമ്പലും പിന്നെ കുട്ടി വേഴാമ്പലും ഉള്ളത്. പക്ഷേ കുഞ്ഞുങ്ങളും അമ്മക്കിളിയും എവിടെയാണുള്ളത്? പൊത്തിനകത്താണുള്ളത്. ഈ പൊത്തിനകത്തിരിക്കുന്ന ഈ അമ്മക്കിളിക്ക് തീറ്റ തേടിപ്പോയതാണ് ആര്? ആൺവേഴാമ്പൽ. അങ്ങനെ തീറ്റയും കൊണ്ട് വരുന്ന വഴിയിലാണ് കാറ്റടിച്ച് ഒരു മരം പൊട്ടി വീണു. ആൺവേഴാമ്പലും അതിനടിയിൽ പെട്ടുപോയത്. അപ്പോൾ നമ്മുടെ പെൺവേഴാമ്പലും കുഞ്ഞുങ്ങളും മരപ്പൊത്തിനകത്ത് കുടുങ്ങിപ്പോയി. അവർ തനിച്ചാണ് അല്ലേ? അവർക്കറിയില്ല തങ്ങളുടെ ആൺവേഴാമ്പൽ മരത്തിനടിയിൽ വീണുപോയി എന്നുള്ളത് കാര്യം അവരറിഞ്ഞിട്ടില്ല. അങ്ങനെ വേഴാമ്പലിനെ രക്ഷപ്പെടുത്തിയപ്പോൾ കാക്കകളോട് ഇവിടെ ആൺവേഴാമ്പൽ അവസാനം ചോദിക്കുന്നുണ്ട്. എന്താണ് ചോദിക്കുന്നത്? ഇവിടെ? അൽഹംദുലില്ലാ ഉസ്രത്തി എന്ന് ചോദിക്കുന്നുണ്ടല്ലേ? എൻ്റെ കുടുംബം എവിടെ? എൻ്റെ കുടുംബത്തിന് വല്ലതും പറ്റിയിട്ടുണ്ടാകുമോ എന്നൊക്കെ ഈ ആൺവേഴാമ്പൽ കാക്കകളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാക്കകൾ എന്ത് ചെയ്യുകയാണ്? ആ ആൺവേഴാമ്പലിൻ്റെ കുടുംബത്തെ, അതായത് പെൺവേഴാമ്പലിനെയും കുട്ടികളെയും അന്വേഷിച്ചുകൊണ്ട് പോവുകയാണ്. അതാണ് ഈ പാഠത്തിലുള്ളത്. നോക്കൂ, കാക്കകൾ പറന്ന് കളിക്കുകയാണല്ലേ? ഇവിടെ വായിച്ചു നോക്കാം. ത്വാറൽ ഖുറാബ് ബൈനൽ അഷ്ജാരി. കാക്ക മരങ്ങൾക്കിടയിലൂടെ പറന്നു. ത്വാറൽ ഖുറാബ് കാക്ക പറന്നു. ബൈനൽ അഷ്ജാരി മരങ്ങൾക്കിടയിലൂടെ. വനശദ ഉസ്രത്തൽ ബൂക്കീരി എന്നിട്ട് ബൂക്കീറിൻ്റെ കുടുംബത്തെ അന്വേഷിച്ചു. നശദ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ചു. ഉസ്രത്തൽ ബൂക്കീറിൻ്റെ കുടുംബത്തെ. ബൂക്കീർ കാലുപൊട്ടി കാക്കകളുടെ കൂട്ടിൽ കിടക്കുകയാണല്ലേ? ആ ബൂക്കീറിൻ്റെ പെൺബൂക്കീറും കുട്ടികളുമൊക്കെ ഏതോ ഒരു മരപ്പൊത്തിലിരിക്കുന്നുണ്ട്. അത് ഏത് മരപ്പൊത്തിലാണ് എന്ന് കാക്കകൾക്ക് അറിയില്ല. അതിനു വേണ്ടി കാക്കകൾ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ഏത് മരപ്പൊത്തിലാണ് ഉള്ളത് എന്ന് അന്വേഷിച്ചുകൊണ്ട് മരങ്ങൾക്കിടയിലൂടെ പറന്ന് നടക്കുകയാണ് കാക്കകൾ. അങ്ങനെ പറന്ന് നടക്കുമ്പോൾ അപ്പോൾ കണ്ടു മിൻകാറൻ ഒരു കൊക്ക് കണ്ടു. എവിടെ? മിൻ ഫുതഹത്തി തജ്വീഫിൻ ഒരു പൊത്തിൻ്റെ ദ്വാരത്തിൽ കൂടെ ഒരു കൊക്ക് കണ്ടു. അസ്രഅയിലേഹി അപ്പോൾ കാക്ക വേഗം അതിൻ്റെ അടുക്കലേക്ക് പോയി. മിൻകാറൻ കാക്ക ഒരു കൊക്ക് കണ്ടു, അതായത് ബൂക്കീറിൻ്റെ കൊക്ക് കണ്ടു. എവിടെയാണ് കണ്ടത്? മിൻ ഫുതഹത്തി തജ്വീഫിൻ ഒരു പൊത്തിൻ്റെ
മാളത്തിൽ ഒരു പൊത്തിൻ്റെ ദ്വാരത്തിലെ ഒരു പൊത്തിൻ്റെ ദ്വാരത്തിൽ കൂടെ ഒരു കൊക്ക് കണ്ടു. അങ്ങനെ അസ്ര അയിലേഹി, കാക്ക ഉടനെ അങ്ങോട്ടേക്ക് പോയി. ഇതാണ് കൊക്ക് അല്ലേ, ബൂക്കീറിൻ്റെ കൊക്കാണ് ഈ കാണുന്നത്. അമ്മ ബൂക്കീറിൻ്റെ കൊക്കാണിത്. അപ്പോൾ അമ്മ ബൂക്കീർ എവിടെയാണുള്ളത്? ഈ പൊത്തിനുള്ളിലാണുള്ളത്. ഇതെങ്ങനെയാണ് കൊക്ക് മാത്രം പുറത്ത് കാണുന്നത്? ചെറിയ ദ്വാരമല്ലേ, അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഈ വേഴാമ്പൽ പക്ഷി കൂടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത് എവിടെയാണ്? മരത്തിൻ്റെ പൊത്തിലാണ്. മരത്തിൻ്റെ പൊത്തിൽ താമസിക്കുമ്പോൾ മുട്ടയിട്ടാൽ, പെൺവേഴാമ്പൽ പൊത്തിനകത്ത് മുട്ടയിട്ടാൽ ആൺവേഴാമ്പൽ എന്ത് ചെയ്യും? ഈ പൊത്തിൻ്റെ ദ്വാരം അടക്കും. പൊത്തിലേക്ക് കയറാൻ ഉള്ള ദ്വാരം അടക്കും, മണ്ണൊക്കെ വെച്ച് അടച്ചു കളയും. എന്നിട്ടോ ഉള്ളിലുള്ള പെൺവേഴാമ്പലിൻ്റെ കൊക്ക് മാത്രം പുറത്തേക്ക് വരാനായിട്ട് ചെറിയൊരു ദ്വാരം അവിടെ വെക്കും. ബാക്കി മുഴുവൻ ദ്വാരവും അടച്ചു കളയും. അതെന്തിനാണ് അടച്ചു കളയുന്നത്? അത് ശത്രുക്കൾ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ പെൺവേഴാമ്പലിൻ്റെ കൊക്ക് മാത്രമേ പുറത്തേക്ക് വരൂ, ബാക്കി ശരീരമൊന്നും പുറത്തേക്ക് വരാൻ കഴിയില്ല. അതേപോലെ പുറത്തു നിന്നും മറ്റൊരു പക്ഷിക്കും അല്ലെങ്കിൽ മറ്റു ജീവജാലങ്ങൾക്കൊന്നും ഉള്ളിലേക്ക് കയറാനും കഴിയുകയില്ല. അത്രയും ചെറിയ ഒരു ദ്വാരം മാത്രമേ ഉണ്ടാകൂ. അങ്ങനെ കാക്കകൾ പറന്ന് നടക്കുമ്പോൾ ഇങ്ങനൊരു കൊക്ക് അവിടെ കണ്ടു അല്ലേ. അപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഇതാണ് നമ്മുടെ ബൂക്കീറിൻ്റെ കുടുംബം, ബൂക്കീറിൻ്റെ അമ്മക്കിളിയും കുഞ്ഞുങ്ങളും ഇതിനകത്താണ് ഉള്ളത് എന്ന് കാക്കകൾക്ക് മനസ്സിലായി. പിന്നെ ഇവരെപ്പോഴാണ് പുറത്തു വരിക? ഇവർ കുട്ടികൾ വലുതായാൽ, കുഞ്ഞുകിളികൾ വലുതായാൽ ആൺകിളി ഈ പൊത്ത് കുത്തിപ്പൊട്ടിച്ച് അവരെ പുറത്തേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് ചെയ്യുക. അങ്ങനെ ഇവരിപ്പോൾ ആൺവേഴാമ്പൽ പരിക്ക് പറ്റി കിടപ്പിലായപ്പോൾ ഈ പെൺവേഴാമ്പലിനും കുട്ടികൾക്കും ഭക്ഷണമൊന്നും കിട്ടുന്നില്ല. അങ്ങനെയാണുള്ളത്. അങ്ങനെ കാക്ക ഉടനെ അങ്ങോട്ടേക്ക് പോയി. എന്നിട്ടോ അത്തു അമൽ ഒറാബു അൽ ബൂക്കീറ, കാക്ക ബൂക്കീറിന് ഭക്ഷണം നൽകി. അത്തു അമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം നൽകി. അൽ ഒറാബു കാക്ക, അൽ ബൂക്കീറ ബൂക്കീറിന്, വ ഉസ്രത്തഹു ബൂക്കീറിനും ബൂക്കീറിൻ്റെ കുടുംബത്തിനും, അതായത് പെൺബൂക്കീറിനും കുട്ടികൾക്കും ആരാണ് ഭക്ഷണം നൽകിയത്? കാക്കയാണ് ഭക്ഷണം നൽകിയത്. കാരണം ആൺബൂക്കീർ കാക്കയുടെ കൂട്ടിൽ പരിക്ക് പറ്റി കിടക്കുകയാണല്ലേ. കുല്ലയോമിൻ എല്ലാ ദിവസവും, പിന്നീടുള്ള എല്ലാ ദിവസവും കാക്ക ഭക്ഷണം കൊണ്ടുവന്ന് ഈ പെൺബൂക്കീറിൻ്റെ കൊക്കിൽ വെച്ച് കൊടുക്കും. അങ്ങനെ കൊക്ക് ഉള്ളിലേക്കെടുത്ത് കുട്ടികൾക്ക് ആ ഭക്ഷണം കൊടുക്കും. പെൺബൂക്കീറും ഭക്ഷണം കഴിക്കും. അങ്ങനെ ഇവർക്ക് കാക്ക എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. പിന്നെയോ ബഅദൽ അയ്യാമി, ദിവസങ്ങൾക്ക് ശേഷം, കസറൽ ഖുറാബ്, കുറേ ദിവസങ്ങൾ കഴിഞ്ഞു അല്ലേ. അതായത് കുട്ടികളൊക്കെ വലുതായി അല്ലേ. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ വലുതായപ്പോൾ കസറൽ ഖുറാബു, കാക്ക പൊട്ടിച്ചു. ഫുതഹത്ത തജ്വീഫി, പൊത്തിൻ്റെ ആ ദ്വാരം അല്ലേ, പൊത്തിൻ്റെ ആ ഓപ്പണിങ് കാക്ക കൊക്ക് കൊണ്ട് കൊത്തി പൊട്ടിച്ചു. ബഅദൽ അയ്യാമി എന്ന് പറഞ്ഞാൽ എന്താ? ദിവസങ്ങൾക്ക് ശേഷം. കസറൽ ഖുറാബ്, കാക്ക പൊട്ടിച്ചു. ഫുതഹത്ത തജ്വീഫി, പൊത്തിൻ്റെ ദ്വാരം. അങ്ങനെ ഖറജത്തിൽ അഫ്രാഹു മഅൽ ഉമ്മി, പക്ഷി കുഞ്ഞുകൾ അമ്മയുടെ കൂടെ പുറത്തേക്ക് വന്നു. ഖറജത്തിൽ അഫ്രാഹു, അഫ്രാഹ് എന്ന് പറഞ്ഞാൽ പക്ഷിക്കുഞ്ഞുങ്ങൾ ഖറജത്ത് പുറത്തേക്ക് വന്നു. മഅൽ ഉമ്മി അമ്മയുടെ കൂടെ, അമ്മക്കിളിയുടെ കൂടെ പുറത്തേക്ക് വന്നു. അപ്പോൾ ആരാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്? കാക്കയാണല്ലേ. എന്നിട്ടോ ത്വാറത്തിൽ ഉമ്മു വൽ അഫ്രാഹു മഅൽ ഖുറാബി, അമ്മക്കിളിയും കുട്ടികളും കാക്കയുടെ കൂടെ പറന്നു. എങ്ങോട്ടേക്കാണ് പറന്നത്? കാക്കയുടെ കൂട്ടിലേക്കല്ലേ. കാരണം അവിടെയാണ് ഇവരുടെ അച്ഛൻ കിളി ഇരിക്കുന്നത്. അങ്ങനെ അച്ഛൻ കിളിയുടെ അടുക്കലേക്ക് കാക്കയുടെ കൂടെ ഇവർ പറന്നു പോയി. അപ്പോൾ പരിക്ക് പറ്റിയ ബൂക്കീറിനെ കാക്ക എടുത്തുകൊണ്ടുപോയി തൻ്റെ കൂട്ടിൽ താമസിപ്പിച്ചു. പിന്നെയോ ആ ബൂക്കീറിൻ്റെ കുടുംബത്തെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അവർക്ക് ഭക്ഷണം കൊടുത്തു എല്ലാ ദിവസവും. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കൂട് കുത്തിപ്പൊട്ടിച്ച് അവരെ പുറത്ത് കൊണ്ടുവന്നു. അങ്ങനെ ആൺബൂക്കീറിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. കാക്ക വളരെ നല്ല പ്രവർത്തനമാണ് ചെയ്തത് അല്ലേ. കാക്കയെ പോലെ ആകണം.
ഇനി ഇവിടെ നോക്കൂ, നഖറ വനുലാഹിലു, നമുക്ക് വായിക്കാം, നിരീക്ഷിക്കാം. ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലേ, ഒരു കാക്ക മരത്തിൻ്റെ മുകളിൽ കൂടെ പറക്കുകയാണ്. അതിനെന്താണ് അറബിയിൽ പറയുക? ത്വാറൽ ഖുറാബു ഫൗക ഷജറത്തി. കാക്ക മരത്തിൻ്റെ മുകളിൽ കൂടെ പറന്നു. ത്വാറൽ ഖുറാബു, കാക്ക പറന്നു. ഫൗക ഷജറത്തി, മരത്തിൻ്റെ മുകളിൽ, മരത്തിൻ്റെ മേലെ കൂടെ പറക്കുക അല്ലേ, അതിനാണ് ഫൗക എന്ന് പറയുക. പിന്നെയോ രണ്ടാമത്തെ ചോദ്യം, ഒരു ബൂക്കീർ മരത്തിൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ ബൂക്കീർ കാലൊടിഞ്ഞ് നിൽക്കുന്നതാണല്ലേ. വജദൽ ഖുറാബു അൽ ബൂക്കീറ തഹത ഷജറത്തി. കാക്ക ബൂക്കീറിനെ മരത്തിൻ്റെ ചുവട്ടിൽ, മരത്തിൻ്റെ താഴെ കണ്ടു. വജദൽ ഖുറാബു, കാക്ക കണ്ടു, അൽ ബൂക്കീറ, ബൂക്കീറിനെ, തഹത ഷജറത്തി, മരത്തിൻ്റെ അടിയിൽ. അപ്പോൾ ഫൗക എന്ന് പറഞ്ഞാൽ മേലെ, തഹത്ത എന്ന് പറഞ്ഞാൽ താഴെ. ബൂക്കീറിനെ താഴെ കണ്ടു. പിന്നെയോ ജലസൽ ഖുറാബു അമാമത്ത് ജിവിഫി. കാക്ക പൊത്തിൻ്റെ മുമ്പിലിരുന്നു. പൊത്തിൻ്റെ മുമ്പിലാണ് കാക്ക ഇരിക്കുന്നത് അല്ലേ. ജലസൽ ഖുറാബു, കാക്ക ഇരുന്നു. അമാമത്ത് ജിവിഫി, പൊത്തിൻ്റെ മുമ്പിൽ. അമാമ എന്നാൽ മുമ്പിൽ. പിന്നെയോ റഅൽ ഖുറാബു അൽ അഫ്രാഹ വറാ അൽ ഉമ്മി. കാക്ക പക്ഷി കുഞ്ഞുങ്ങളെ അമ്മയുടെ പിന്നിൽ കണ്ടു. വറാ എന്ന് പറഞ്ഞാൽ പിന്നിൽ. റഅൽ ഖുറാബു, കാക്ക കണ്ടു, അൽ അഫ്രാഹ, പക്ഷിക്കുഞ്ഞുങ്ങളെ, വറാ അൽ ഉമ്മി, അമ്മയുടെ പിന്നിൽ, അമ്മയുടെ ബാക്കിലാണ് പക്ഷിക്കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫൗക എന്നാൽ മുകളിൽ, തഹത്ത താഴെ, അമാമ മുമ്പിൽ, വറാ പിന്നിൽ. ഇനി നുക്മിലു, നമുക്ക് പൂരിപ്പിക്കാം. ഇവിടെ ഒരു ടേബിളിൻ്റെ അടിയിൽ ഒരു പൂച്ച ഇരിക്കുന്നുണ്ടല്ലേ. അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? യജ്ലിസുൽ ഖിത്തു ഡേഷ് അത്വാവിലത്തി. യജ്ലിസുൽ ഖിത്തു എന്ന് പറഞ്ഞാൽ പൂച്ച ഇരിക്കുന്നു. യജ്ലിസുൽ ഖിത്തു, പൂച്ച ഇരിക്കുന്നു. എവിടെയാണ് ഇരിക്കുന്നത്? ഡേഷ് അത്വാവിലത്തി. ത്വാവിലത്ത് മേശ അല്ലേ, ടേബിൾ. ത്വാവിലത്തിൻ്റെ അടിയിലാണ് അല്ലേ. അടിയിൽ എന്നുള്ളതിന് എന്താണ് പറയുക? തഹത്ത. അപ്പോൾ തഹത്ത ത്വാവിലത്തി എന്നാണ് എഴുതേണ്ടത്. തഹത്ത അവിടെ എഴുതുക. യജ്ലിസുൽ ഖിത്തു തഹത്ത ത്വാവിലത്തി. പൂച്ച ത്വാവിലത്തിൻ്റെ താഴെ ഇരിക്കുന്നു. ഇനി അടുത്തത്, പൂമ്പാറ്റ പറക്കുകയാണ് പൂക്കളുടെ മേലെ കൂടെ. തത്തീറുൽ ഫറാശത്തു ഡേഷ് അൽ അസ്ഹാരി. പൂമ്പാറ്റ ഡേഷ് അൽ അസ്ഹാരി. അസ്ഹാർ പൂക്കൾ അല്ലേ, പൂക്കളുടെ മേലെ കൂടെ പറക്കുന്നു. തത്തീറു പറക്കുന്നു, അൽ ഫറാശത്തു പൂമ്പാറ്റ, ഡേഷ് അൽ അസ്ഹാരി പൂക്കളുടെ ഡേഷ്, പൂക്കളുടെ മേലെ കൂടെ. മേലെ എന്നുള്ളതിന് എന്താണ് വെക്കുക, എന്താണ് പറയുക? ഫൗക. ഓക്കെ, അപ്പോൾ തത്തീറുൽ ഫറാശത്തു ഫൗക്കൽ അസ്ഹാരി, പൂമ്പാറ്റ പൂക്കളുടെ മേലെ കൂടെ പറക്കുന്നു. ഇനി അടുത്തത്, ഒരു പട്ടി വീടിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട് അല്ലേ. യഖിഫുൽ കൽബു, നായ നിൽക്കുന്നു. ഡേഷ് അൽ ബൈത്തി, അവിടെ എന്താണ് പൂരിപ്പിക്കുക? ബൈത്ത് മീൻസ് വീട്. വീടിൻ്റെ പിന്നിൽ എന്ന് പറയാൻ എന്താണ് പൂരിപ്പിക്കുക? വറാ അല്ലേ. പിന്നിൽ നിന്നുള്ളതിൻ്റെ വാക്ക് വറാ എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ വറാ എന്ന് അവിടെ ചേർക്കുക. യഖിഫുൽ കൽബു, നായ നിൽക്കുന്നു. വറാ അൽ ബൈത്തി, വീടിൻ്റെ പിന്നിൽ. ഇനി അടുത്തത്, യക്കൂമുൽ ഹാരിസു ഡേഷ് അൽ ബവാബത്തി. ഹാരിസ് എന്ന് പറഞ്ഞാൽ എന്താ? കാവൽക്കാരൻ. ഹാരിസ് കാവൽക്കാരൻ. യക്കൂമുൽ ഹാരിസു, കാവൽക്കാരൻ നിൽക്കുന്നു. ഡേഷ് അൽ ബവാബത്തി. ബവാബത്ത് എന്നാൽ എന്താണ്? ഗേറ്റ്. ഗേറ്റിൻ്റെ മുൻപിലാണ് അല്ലേ. അപ്പോൾ ഡേഷ് അൽ ബവാബത്തി എന്നുള്ളിടത്ത് എന്താണ് വെക്കേണ്ടത്? മുമ്പിൽ എന്നുള്ളതിൻ്റെ വാക്ക് എന്താ? മുമ്പിൽ. അമാമ. അമാമൽ ബവാബത്തി, ഗേറ്റിൻ്റെ മുമ്പിൽ. യക്കൂമുൽ ഹാരിസു അമാമൽ ബവാബത്തി, ഹാരിസ് ഗേറ്റിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഓക്കെ, ഇനി ഇവിടെ വായിച്ചു നോക്കൂ. തൈസുൻ ദഫ്തറുൻ ബൈത്തുൻ തൂത്തുൻ വർദ്ധത്തുൻ. താ രണ്ട് തരത്തിൽ എഴുതാം അല്ലേ. ഒന്ന് ബാത്താവ്, ഒന്ന് ഹാത്താവ് എന്ന് പറയും. ഇത് താ മസ്ബൂത്ത എന്ന് പറയും ഈ വലിയ തായിന്.
ഈ വട്ടത്തിലുള്ള ചെറിയതായതിനോ ത മർബൂത്ത എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഇങ്ങനെയാണ് ത എഴുതുക. ഇത് ഇവിടെ നിറം കൊടുക്കുക ഈ താകൾക്ക്. പിന്നെയോ ഇതൊക്കെ എന്ത് ചെയ്യണം? കൂട്ടി എഴുതണം. താജിറുൻ എന്നിവിടെ കൂട്ടി എഴുതുക. പിന്നെ കിതാബുൻ എന്നിവിടെ കൂട്ടി എഴുതുക. നബുത്തുൻ ഇവിടെ കൂട്ടി എഴുതുക. വറക്കത്തുൻ ഇവിടെ, ബനാത്തുൻ ഇവിടെ. ഓക്കെ, ഇതോടെ രണ്ടാമത്തെ പാഠം കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ മൂന്നാമത്തെ പാഠം പഠിക്കാം.